ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോ ഒന്നല്ല, മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഹാൻഡ് ബീറ്റർ, മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്റർ. അപ്പോൾ നമ്മളിത് സാധാരണ മുട്ട ബീറ്റ് ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യൽ. അതിൻ്റെ കൂടെ ഒരു ഹുക്കും കൂടെ ഉണ്ടാവാറുണ്ട്. അതങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അങ്ങനെ ബീറ്ററിൻ്റെ ബോക്സിൽ വെറുതെ കിടക്കാറാണ് പതിവ്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഹാൻഡ് ബീറ്ററിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്ക് എങ്ങനെ മാവ് കുഴക്കാമെന്ന് നോക്കാം. അപ്പോൾ ഹാൻഡ് ബീറ്റർ മുട്ട ബീറ്റ് ചെയ്യാൻ മാത്രമല്ല യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ചപ്പാത്തിക്ക് മാവ് കുഴക്കാനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പം 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അപ്പം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ വെള്ളം ഏറിപ്പോവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് കുഴഞ്ഞ് വരുന്നത് എന്നുള്ളത് കാണിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലായിടത്തും മാവിൽ വെള്ളം എത്തിയിട്ടുണ്ട്. ഇനിയൊരു ഡോവിൻ്റെ രൂപത്തിലായി വരണം. അപ്പോൾ ഒന്ന് സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലും ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് റെഡി ആവാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു അര ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് പൊടിയോ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഒരു ഡോവിൻ്റെ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മൾ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പം. അപ്പോൾ പെട്ടെന്നുണ്ട് നമുക്ക് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ചെടുക്കാൻ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് മുട്ടയൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി, കേക്കിനെല്ലാം. അപ്പം എല്ലാവരും ഇത് ഉപയോഗിച്ചൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കണം. നല്ല ഈസിയാണ്, പെട്ടെന്ന് മാവ് ഉണ്ടാക്കി കഴിയും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോവായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിരിക്കും. ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ നല്ല സൂപ്പർ ചപ്പാത്തി ആയിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.